ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പക്കാവടയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സമോസ ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് എടുക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പ്ലീറ്റ്സ് പോലെ എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ടൂത്ത് പിക്ക് കുത്തിവെക്കും. അപ്പോൾ ഇത് ഇങ്ങനെയായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. എല്ലാം തന്നെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മറ്റേ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് ചെയ്തെടുക്കാം. എല്ലാം തന്നെ നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്യണം. അതിനായിട്ട് നമുക്കൊന്ന് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു ഒറ്റനൂൽ പരുവാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഷുഗർ സിറപ്പിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാം തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് മാറ്റി വയ്ക്കാം. ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്ത് ഇത് ഓരോന്നിൻ്റെ ഒരു എൻഡ് മാത്രം നമുക്ക് ഈ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് ഇതിനെ നമുക്ക് പിസ്തയിലേക്കൊന്ന് മുക്കിയെടുക്കാം. തന്നെ നമുക്കെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഒരു സ്വീറ്റ് ആയിട്ടുള്ള പക്കോട ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.